ജൈവമാലിന്യ സംസ്കരണത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ സദ്യയിലെ വരുന്ന വേസ്റ്റിനെ സംസ്കരിക്കുക എന്നുള്ളത്. കാരണം അത് ഇതുപോലെ പേപ്പറിലായിരിക്കും, ഇലസദ്യയാണെങ്കിൽ ഇങ്ങനെ പേപ്പറിലായിരിക്കും ചെയ്യുന്നത്. അത് ഇതുപോലെ മടക്കിയാണ് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഒരു കളക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഇതൊരിക്കലും നമുക്ക് അഴിച്ച് പ്രോസസ് ചെയ്യാനായിട്ട് ഒരിക്കലും ആരും മെനക്കെടാറില്ല. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇത് ആരും അഴിച്ചിട്ട് സംസ്കരിക്കാൻ പറ്റത്തില്ല. അഴിക്കാതെ ഇതൊട്ട് സംസ്കരിക്കാനും നോർമലി പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു വലിയ ശ്രമം നടത്തുകയും അതിൽ നിന്നാണ് നമ്മളൊരു ഡിവൈസ് നമ്മൾ തന്നെ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത്. ആ ഡിവൈസിനകത്ത് ഇട്ട് ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് കമ്പോസ്റ്റ് ആക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ചുമ്മാ നമ്മൾ ഇതുപോലത്തെ സദ്യകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പർ എടുത്ത് നമ്മുടെ മെഷീൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മുടെ ഇനോക്കുലം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇതിനെ പെട്ടെന്ന് സംസ്കരിച്ച് വളമാക്കി മാറ്റാനായിട്ടുള്ള ഇനോക്കുലം കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, വളരെ ഈസി ആയിട്ട് അത് ക്രഷ് ചെയ്ത് താഴത്ത് വരുന്നത്. ഈ ക്രഷ് ചെയ്യണത് മാത്രമല്ല, ഈ ക്രഷ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു വരത്തില്ല. ആ രീതിയിലാണ് അത് ക്രഷ് ചെയ്ത് വളമായിട്ട് മാറുന്നത്. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ ഒരു ക്രഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഷ്രെഡിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മളുടെ അവിടെ വരുന്ന ഇവന്റുകളുമായിട്ട് ബന്ധപ്പെട്ട്, ഇതുപോലെ വരുന്ന സദ്യകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേസ്റ്റുകളെയും നമുക്ക് ഈസി ആയിട്ട് ക്രഷ് ചെയ്യാനും കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.